ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ. പതിവ് പോലെ തന്നെ ഇതാ രാവിലെ അടുക്കളയിൽ കയറിയിട്ട് ജനവാതിലും ഒക്കെ ഒന്ന് തുറന്നിട്ടതിന് ശേഷം പിന്നെ ഇതാ ചായക്കുള്ള വെള്ളം വെക്കാൻ കേട്ടോ. അപ്പോൾ ഇന്ന് പുട്ടും കടലയാണ് ഉണ്ടാക്കുന്നത്. ഇന്നലെ ആണെങ്കിൽ ഗ്യാസിൻ്റെ കുറ്റി താഴ്ത്താൻ വേണ്ടി മറന്നിട്ടുണ്ടേന് കേട്ടോ. അത് നോക്കുമ്പോൾ അത് പൊങ്ങിങ്ങാണ്ട് തന്നെയാണ് കിടക്കുന്നത്. അങ്ങനെ ഇതാ അവിടെ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചു. പിന്നെ ഇതാ ഇന്ന് പുട്ടും കടലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തലേ ദിവസം ഞാൻ അരി വെള്ളത്തിലിട്ടിട്ട് നമ്മൾ ചോറ് വെക്കണം അരി വെള്ളത്തിലിട്ട് വെച്ചിനി. അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് കഴുകി നല്ലൊന്ന് വെള്ളമൊക്കെ ഒന്ന് പോയതിൻ്റെ ശേഷം പിന്നെ ഇത് മിക്സിയിൽ കുറച്ച് ഇട്ടിട്ട് കേട്ടോ അരച്ചെടുക്കുക. നല്ല സോഫ്റ്റ് പുട്ട് കിട്ടും കേട്ടോ. നല്ല നൈസായിട്ട് കിട്ടും. നല്ല ടേസ്റ്റുമാണ്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട്. ഞാനിത് റേഷനരി വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഞാൻ ദോശയാണ് ഇട്ട് ഉണ്ടാക്കിയെടുക്കൽ. പിന്നെ ഇന്നലെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ തേങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടവരാണെങ്കിൽ അതിൽ ഉണ്ടാകും. അപ്പോൾ തേങ്ങ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ പുട്ടാക്കാമെന്ന് വിചാരിച്ചു. പുട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് അതിങ്ങനെ ഭയങ്കര ദാഹമാണ് കേട്ടോ. ഇങ്ങനെ എന്തൊക്കെ ഒരു കൊല്ലി ഉണങ്ങിയ പോലെയാണ് കേട്ടോ എനിക്ക് പുട്ട് തിന്നിട്ടുണ്ടെങ്കിൽ. അങ്ങനത്തെ ചായ റെഡിയാക്കി. ഇനിയിപ്പം കടലൊന്ന് ഞാൻ വേഗം ഒന്ന് കഴുകിയെടുത്തതിൻ്റെ ശേഷം പിന്നെ ഇതാ പച്ചമുളകും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. 2-3 കുക്കറുണ്ടെങ്കിലും ഒന്നും വിസിലടിക്കൂല കേട്ടോ. അപ്പം ഞാൻ ചട്ടിയിലാണ് വെക്കുന്നത്. അപ്പോൾ ഇതാ പുട്ടിനുള്ള പൊടിയൊക്കെ ഞാൻ റെഡി ആക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഇങ്ങനെ നോക്കുന്നത്. പിന്നെ അതൊക്കെ സെറ്റാക്കിയതിൻ്റെ ശേഷം പിന്നെ അടുക്കളൻ്റെ വാതിലൊക്കെ ഒന്ന് തുറന്ന് ഇനിയിപ്പോൾ വേഗം ഒരു തേങ്ങ പൊട്ടിച്ചെടുക്കുകയാണ്. എന്താണെന്നറിയില്ല, എൻ്റെ വീഡിയോ ആർക്കും അങ്ങോട്ട് ഇഷ്ടമാവണില്ല തോന്നുന്നുണ്ട്. അതോ എന്നെ ഇഷ്ടമാവാഞ്ഞിട്ടാണോ, എൻ്റെ വീഡിയോ ഇഷ്ടമാവാഞ്ഞിട്ടാണോ, എൻ്റെ സംസാരം ഇഷ്ടമാവാഞ്ഞിട്ടാണോ, എന്താണെന്നറിയില്ല, അങ്ങോട്ട് ഒന്നും ശരിയാവണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കാരണം എൻ്റെ കമൻറ്റ് ബോക്സ് കണ്ടാലറിയാം, ഒരു കമൻറ്റും ലൈക്കും ഒന്നും അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ആർക്കും ഇഷ്ടപ്പെടണില്ല എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. എന്താണെന്നറിയില്ല. എന്തായാലും നിങ്ങൾ കമൻറ്റ് ഇടട്ടോ, എന്നാലും എനിക്കത് മനസ്സിലാവുള്ളൂ. ബോറടി ഉണ്ടെങ്കിലും നിങ്ങൾ എന്തായാലും പറയണം, എന്നാലും എനിക്കത് തിരുത്തി റെഡിയാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതാണ് ഞാനിങ്ങനെ വീണ്ടും കമൻറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും കമൻറ്റിൽ പറയണം. തെറി മാത്രം പറയരുത് കേട്ടോ. അങ്ങനെ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തിരുത്തി റെഡിയാക്കും ഇൻഷാ അല്ലാ. അങ്ങനെ ഇതാ പുട്ട് ഞാൻ ഒരു കുറ്റി അവിടേക്ക് എടുത്ത് വെച്ചതിന് ശേഷം രണ്ടാമത് ഞാനിതാ അടുപ്പത്തേക്ക് വെച്ചിരിക്കണം. ഇതിൻ്റെ ഇടയിൽ ഇത് താത്താൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയ പുട്ടും കുറ്റിയാണ് കേട്ടോ. എൻ്റെ പുട്ടും കുറ്റി രാവിലെ തന്നെ എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ ചില്ലൊന്നും കാണില്ല. പിന്നെ അടുത്ത് താത്താൻ്റെ അടുത്ത് പോയി പുട്ടും കുറ്റിയൊക്കെ വാങ്ങി കൊടുത്തതിന് ശേഷമാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതാ ഫാനു മദ്രസ്ക്ക് പോകാൻ നേരത്തെ ഇതാ ഓനിക്കും ചായ കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ആരെങ്കിലും കുടിക്കലുണ്ടോ പുട്ട്? ചായയിലിട്ടിട്ട് കട്ടൻ ചായയിൽ പുട്ടിട്ടിട്ട് ഇങ്ങനെ സ്പൂണായിട്ട് ഇങ്ങനെ കോരി തിന്നാൻ കഞ്ഞി കുടിക്കണ പോലെ അങ്ങനെ ആരെങ്കിലും ചെയ്ത് നോക്കുന്നുണ്ട്? ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഇങ്ങനെ തന്നെ കേട്ടോ അധികം ഞാൻ കുടിച്ചിരിക്കാം. ഒരു നെസ്റ്റുമാണ് ഇതിങ്ങനെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇങ്ങനെ കുടിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കുടിച്ച് നോക്കിയേണ്ടി അടിപൊളിയാണ്. എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒന്നാമത് കറിയും ആ സമയത്ത് ആയിട്ടുണ്ടായില്ല. പിന്നെ ഫാനു ചായയൊക്കെ കുടിച്ച് മദ്രസക്ക് പോയിട്ടുണ്ടായിനി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ചായ കുടിക്കാൻ ഇരുന്നു കേട്ടോ. പിന്നെ കടലക്കറി ഞാനിവിടെ സെറ്റാക്കി എടുത്തിന്. ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചതുകൊണ്ടാണ് കേട്ടോ ഞാൻ കാണിക്കാത്തത്. അതും സെറ്റാക്കി പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിച്ച്. ഇങ്ങനത്തെ കടികളൊക്കെ ആകുമ്പോൾ ഞാൻ ഇരുന്ന് കുടിക്കട്ടെ. ദോശയൊക്കെ ആകുമ്പോൾ അങ്ങനെ കുടിക്കില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര ദാഹം ഉണ്ടാകും. അങ്ങനെ അതിൻ്റെ ഇടയിലാണ് ഫനു മോന് പ്രാവിനേറ്റ് വന്നത് കേട്ടോ. അവൻ്റെ ഫ്രണ്ട് കൊടുത്തിട്ട് ഒരു പ്രാവിനേറ്റ് വന്നു. പക്ഷെ കട്ടകാലം അത് വൈകുന്നേരം ആയപ്പോൾ പാറിപ്പോയിട്ടെ. പിന്നെ മുഴുവനും മോന് കരച്ചിലും മൊത്തത്തിലാകെ പ്രശ്നേനി. അങ്ങനെ ഇവർ പൊന്നു സ്കൂൾക്കും പോയി ഫൈസലൊക്കെ കടിക്കും പോയി ഓളവിടെ അങ്ങാടിയിൽ ഇറക്കി കൊടുക്കും. പിന്നെ ഞാനിതാ ചായ അടിച്ച പാത്രങ്ങളൊക്കെ മൊത്തത്തിൽ എക്സാം ഉള്ളതുകൊണ്ട് തന്നെ ഒരു കൂട്ടർക്ക് 10 മണി തൊട്ട് 12 മണി വരെ, ഒരു കൂട്ടർക്ക് 2 മണി തൊട്ട് 4 മണി വരെ അങ്ങനെയൊക്കെ കേട്ടോ. അതുകൊണ്ട് തന്നെ ഉച്ചക്കൊക്കെയുള്ള ചോറും കൂട്ടാനും ഒന്നും കൊണ്ടുപോകണ്ട കേട്ടോ. ആ സമയമാകുമ്പോൾ വീട്ടിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഒരുപാട് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ ഞാൻ ആവണത് അങ്ങനെ കഴുകി വെക്കും. ഇന്ന് സിങ്ക് നിറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് വേഗം കഴുകി. അടുക്കളയിൽ സിങ്ക് ആണെങ്കിൽ ചെറിയതായതുകൊണ്ട് തന്നെ ഒരു 2-3-4 പാത്രം ഉണ്ടാകുമ്പോൾ തന്നെ വേഗം നിറയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇടങ്ങാറാണ്. സിങ്കിൽ പാത്രം കാണുക എന്നുള്ളത് എപ്പോഴും ഉണ്ടാകും ചെയ്യും ഇവിടെ. അങ്ങനെ അതൊക്കെ സെറ്റാക്കിയതിന് ശേഷം പിന്നെ അടുക്കളൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷമാണ് സാധാരണ ഞാനും പിന്നെ ചോറിനുള്ളതും ഒക്കെ നോക്കൽ കേട്ടോ. അപ്പോൾ പുട്ടാകുമ്പോൾ തന്നെ നിറച്ചും പൊടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിനി. അപ്പം അടുക്കളയും കൂടി ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി. പുറത്ത് നല്ല മഴ പെയ്തിട്ടുണ്ടായിനി കേട്ടോ. രാവിലെയൊക്കെ നല്ല വെയിലേനി. പിന്നെ ഒരു 8 മണി ഒരു 9 മണിയൊക്കെ ആയപ്പോൾ നല്ല മഴ പെയ്തിട്ടുണ്ടായിനി. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഞാൻ സിറ്റൗട്ടിലൊക്കെ ഒന്ന് പോയി നിന്നിട്ടോ. ഇടയ്ക്ക് ഞാൻ അങ്ങനെ പോയി നിൽക്കും. ഒരു 5 മിനിറ്റൊക്കെ ഞാൻ പോയി നിന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് വേഗം അടുക്കളയ്ക്ക് വന്നാണ്ട് ചോറിനുള്ള വെള്ളം വെക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ കറി ഉണ്ടാക്കണം, ഉപ്പേരി ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് മീൻ ഉണ്ടാക്കണില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. എന്നൊരു ഉരുളക്കിഴങ്ങും പരിപ്പും വെച്ചിട്ട് തേങ്ങ അരച്ച കറി ഉണ്ടാക്കിയിരിക്കണത്. പിന്നെ രാവിലത്തെ കടല കറി ഉണ്ട്, കാബേജ് ഉപ്പേരും ചോറും ഒക്കെ സെറ്റ് ആയിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കാഞ്ഞത് അതും കൂടി എടുത്ത് വരുമ്പോഴത്തിന് കുറേ സമയം പോകുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വേഗം സെറ്റാക്കിയതിന് ശേഷം പിന്നെ ഞാൻ ക്ലീനിങ്ങിക്ക് നിന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നല്ല പൊടിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് തട്ടിക്കൊട്ടി നന്നാക്കണം കേട്ടോ. പ്രത്യേകിച്ച് എനിക്കാണെങ്കിൽ ലിവിങ് ഏരിയയിൽ നല്ലോണം കച്ചറ ഉണ്ടാക്കും. അപ്പോൾ ഇടയ്ക്ക് ഇവിടെ നിന്ന് ശരിയാക്കഴിഞ്ഞാൽ പറ്റൂല കേട്ടോ. അപ്പോൾ ഇതാ മാറാലൊക്കെ ഒന്ന് തട്ടിയെടുക്കുകയാണ്. അപ്പം ഇനിയിപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ കല്യാണമാണെന്നുള്ളത്. അപ്പം അതിൻ്റേതായ ഒരു ക്ലീനിങ്ങും കൂടി ആണ് കേട്ടോ. ഇതിപ്പോൾ ലാസ്റ്റ് ക്ലീനിങ് ആണ്. ഇനിയിപ്പം ഇതോട് കൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. കാരണം ഇനി കല്യാണത്തിന് 2 ദിവസം കൂടി ഉള്ളൂ. അങ്ങനെ ഇതാ മൊത്തത്തിൽ മാറാലിയും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഒന്നാമത് വീട്ടിൽ വെച്ചാണ് കേട്ടോ കല്യാണം ഉള്ളത്. അപ്പോൾ ഇതാ ഇവിടെ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണ്ടേ. അങ്ങനെ പിന്നെ മൊത്തത്തിൽ ഞാൻ തട്ടിക്കൊട്ടി നന്നാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ മുഴുവനായിട്ട് എടുത്തിട്ടില്ല. എന്തെങ്കിലും ലെങ്ത് ആകും, പിന്നെ നിങ്ങൾക്ക് ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇതാ ഡ്രസ്സൊക്കെ എല്ലാം കൂടി വാരിപ്പെറുക്കി മെഷീനിൽ ഇട്ടിക്കണ്. ഇന്നിപ്പോൾ മെഷീനിലാണ് ഇട്ടിരിക്കുന്നത്. അധികം ഞാൻ കല്ലിലിട്ടാണ് അലക്കൽ. അപ്പോൾ സമയമില്ലാത്ത നേരത്തൊക്കെ ഞാൻ മെഷീനിലാണ് കേട്ടോ ഇടൽ. അത്ര നന്നാവണമെന്നില്ല മെഷീനിൽ ഇട്ടിട്ട്. പിന്നെ ഞാൻ അങ്ങോട്ട് ഇടുന്നതാണ്. പിന്നെ എന്താ വാഷ് ബേസും കൂടി കേക്കെടുക്കാൻ കേട്ടോ. ഇത് ഞാൻ എന്നും രാവിലെ ചെയ്യുന്ന പണിയാണ് കേട്ടോ. ഇപ്പം ആദ്യം പിന്നെ തുടക്കുന്ന സമയത്താണ് ചെയ്യൽ. ഇപ്പം ഞാൻ ഡെയിലി രാവിലെ ആദ്യം ചെയ്യുന്ന പണിയാണ് കേട്ടോ ഇത്. എപ്പോഴും ഇങ്ങനെ കച്ചറയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവലുണ്ട്. പിന്നെ നമ്മളത് കുഴലത്തെ വെള്ളം ആയതുകൊണ്ട് തന്നെ ഈ ഗ്ലാസ്മേലൊക്കെ പുള്ളിയും ഒക്കെ ഉണ്ടാവലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നീറ്റാക്കി വെക്കാൻ വേണ്ടി നോക്കലുണ്ട് ഞാൻ. പിന്നെ എന്താ മൊത്തത്തിലൊന്ന് അടിച്ചു വാരി എടുക്കണം. ഒരുപാട് കച്ചറ ഉണ്ടായിന് കേട്ടോ. സോഫിൻ്റെ അടിയിലായിട്ടും കട്ടിൻ്റെ അടിയിലായിട്ടും ഒക്കെ ഒരുപാട് കച്ചറ ഉണ്ടായിന്. അതൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയതിന് ശേഷം അപ്പോഴത്തേന് ഇതാ ഫാനു മദ്രസ് ഇട്ട് വന്നിട്ടോ. പിന്നെ ഞാൻ ഓൻ്റെ കുളിയും കഴിഞ്ഞു, യൂണിഫോമൊക്കെ ഒന്ന് മാറ്റി ഓനക്കിതാ പുട്ടും കടലയും വാരി കൊടുക്കാൻ കേട്ടോ. അപ്പം ഇന്ന് പരീക്ഷയാണ്, എന്തൊക്കെ എഴുതലെന്നൊന്നും ഒരു ഇതുമില്ല. അങ്ങനെ ആൾ ഇതാ സ്കൂൾക്ക് വേണ്ടി ഇറങ്ങിയിരിക്കണം കേട്ടോ. ഓൻ്റെ ഫ്രണ്ട്സും കൂടെ ഉണ്ടായിനി. അപ്പോൾ ഇപ്പോഴാണെങ്കിലും ഒന്നാമത് തിരക്കും എല്ലാം കൂടി ആയിട്ട് ഇവരെ പരീക്ഷേൻ്റെ ടൈമിലാണല്ലോ നമുക്ക് കല്യാണം, പിന്നെ ഓരോ സ്ഥലത്തേക്ക് പോക്കും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒന്നിനിപ്പോൾ ഒരു സമയം കിട്ടണില്ല കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ തുടക്കൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ, അടിച്ചു വാരി ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ മുറ്റത്തേക്ക് ഒന്ന് ഇറങ്ങിയതാണ്. മൊത്തത്തിലൊന്ന് അടിച്ചു വാരി ഇട്ടാൽ തന്നെ ഏകദേശം ഒന്ന് വൃത്തിയായി പോലെയാണ് കേട്ടോ വീട്. മൊത്തത്തിലൊന്ന് ഒതുക്കി പെറുക്കി ഒക്കെ ഒന്ന് സെറ്റായി അതത് സ്ഥാനത്ത് വെച്ചാലും ഒരു വൃത്തിയാണ്. പിന്നെ സമാധാനത്തിൽ തുടച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് ചെടിയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാണ്ടിനി. പിന്നെ ഇതിൻ്റെ മുന്നേ ഞാൻ സിറ്റ് ഔട്ടിൻ്റെ മേക്ക് ഓവറൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കണ്ടു. ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഞാൻ ചെയ്തതാണ്. ഒന്നാമത് നമ്മൾ ഇങ്ങനത്തെ പണികളൊന്നും ചെയ്യുമ്പോൾ അത്ര കഷ്ടപ്പാടൊന്നുമില്ല, കാരണം നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന പണിയാണ് കേട്ടോ. ഞാൻ ഇതൊക്കെ സിറ്റ് ഔട്ട് മേക്ക് ഓവർ ആയാലും മുറ്റം നന്നാക്കലായാലും പുല്ല് പറിക്കലായാലും ചെടി നടലായാലും ഒക്കെ ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന പണിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് വീഡിയോ എടുക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലും വോയിസ് കൊടുക്കലും ഒക്കെ ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ കണ്ടൊക്കെ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യട്ടോ. അതാണ് ഞാൻ അങ്ങനെ പറയണത്. അപ്പോൾ ഇതാ പിന്നെ ഞാൻ ഇവിടെ 1-2 ചെടിയൊക്കെ എടുത്തിട്ട് ഇനിയിപ്പോൾ അകത്തേക്ക് വെക്കാനാണ് കേട്ടോ. അകത്ത് ടീപ്പോയിമേലും റാക്കുമേലൊക്കെ ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അത് അതിൽ നിന്ന് പറിച്ചിട്ട് ഞാൻ ഈ ഒരു പോട്ടിക്ക് ആക്കി വെക്കുകയാണ്. നല്ല വെയിലുണ്ട് കേട്ടോ. അത്രയും നേരം കുറച്ച് നേരം മഴ പെയ്തെന്നൊന്നും കണ്ടാൽ പറയില്ല. പിന്നെ ഞാൻ മുറ്റത്തേക്ക് വന്നപ്പോൾ നല്ല വെയിലുണ്ട്. ഇനിയും പിന്നെ എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് മോനുമാണ്. മോനുവിന് 2 മണിക്കാണ് കേട്ടോ പരീക്ഷ ഉണ്ടതിൻ്റെ. പിന്നെ കുറേ ചെടിച്ചട്ടിയിൽ പുല്ലും കാര്യങ്ങളൊക്കെ പറിച്ചെടുക്കാണ്ടേനി. അതൊക്കെ പറിച്ചെടുത്തു മുറ്റൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കാമെന്ന് പറഞ്ഞിട്ട് പ്ലാന്. മുറ്റത്താണെങ്കിൽ കുറച്ച് പുല്ലും ഉണ്ട്, അതും പറിക്കണം. നല്ല വെയിലത്ത് വയർത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ചെയ്യണത്. അപ്പോൾ ഇതാ ഓരോന്ന് ചെയ്തെടുക്കുകയാണ്.
അങ്ങനെ ചെടികളൊക്കെ ഓരോന്നോരോന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാൻ പുല്ല് പറിക്കാൻ വേണ്ടി നിന്നിട്ടോ. ഇതിൻ്റെ മുന്നേ ഞാൻ പുല്ലൊക്കെ പറിച്ച് സെറ്റാക്കിയതാണ്. പിന്നെ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും. മെറ്റലിട്ടാലും അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ നല്ലോണം പുല്ല് ഉണ്ടാവലുണ്ട്. പിന്നെ മഴ പെയ്തുകൊണ്ട് തന്നെ വേഗം കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല ഉറച്ച് നിൽക്കണമൊന്നുമില്ല, ഒരു വലിക്കന്നെ പുല്ലൊക്കെ പോരുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ അത് മൊത്തത്തിലൊന്ന് പറിച്ച് എടുക്കണം. ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല പുല്ലുണ്ട് കേട്ടോ. നല്ല ഇങ്ങനെ ഈ പൂലുള്ള സ്ഥലമാകുമ്പോൾ നല്ല ഉണ്ടാവില്ല, അവിടെ പൈപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല പുല്ലുണ്ട്. ഈ ചെടിയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് നിർത്താണ്ട് പിന്നെ അതിനൊന്നും ഞാൻ നിന്നിട്ടില്ല. ഇനി നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഇതാ മൊത്തത്തിൽ പുല്ലൊക്കെ പറിച്ചെടുക്കുക. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ മൊത്തത്തിലൊന്ന് അടിച്ച് വാരി എടുക്കാൻ നിന്നതാണ് കേട്ടോ. ഇതിപ്പോൾ മുറ്റം ഞാൻ എന്നും അടിച്ച് വാരലില്ല, എന്നൊന്നല്ല, അടിച്ച് വാരലെന്നല്ല. ഞാൻ മുറ്റും പ്ലാവ് പോയതിൻ്റെ ശേഷം എന്തെങ്കിലുമൊക്കെ വൃത്തികേടായി ഉണ്ടാകുമ്പോൾ മാത്രം അടിച്ചു വരുള്ളൂ. അതും എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ മുറ്റം ഉണ്ടാവില്ല. ഇന്നിപ്പോൾ പുല്ല് പറിച്ച ആ ചണ്ടിയൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ അടിച്ചു വാരി എടുത്തുന്നുള്ളൂ. അങ്ങനെ മുറ്റമൊക്കെ സെറ്റാക്കിയിട്ടു. ഇതിൻ്റെ വീടിൻ്റെ 2 സൈഡും ഞാൻ അടിച്ചു വാരി പുല്ലൊക്കെ പറിച്ച് അവിടെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ മുറ്റത്തുനിന്ന് നന്നാക്കിയ ചെടി ഞാൻ ഇവിടെ ഒരു ടീപ്പോയിമേലാണ് കേട്ടോ കൊണ്ടുവന്ന് വെച്ചത്. ഒരു ചെടി ഞാൻ ഇവിടെ നമ്മളെ അടുക്കളയിലും റാക്കുമേലും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെടി വെക്കാൻ വേണ്ടിയിട്ട്. ആ 2 ചെടി മാത്രം ഞാൻ അപ്പം മാറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതൊക്കെ സെറ്റാക്കിയതിൻ്റെ ശേഷം പിന്നെ ഞാൻ വേഗം തുടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിന്നത്. ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ട് മക്കളൊക്കെ പരീക്ഷ കഴിഞ്ഞ് വരാനുള്ള സമയം ആയിട്ടുണ്ട്. അങ്ങനെ വേഗം തുടക്കലും കഴിഞ്ഞു. പിന്നെ എൻ്റെ കുളിയും കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ചോറുണ്ണാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറും കറിയും ഉപ്പേരിയും കടലും ഒക്കെ ആയിട്ട്. പിന്നെ ആ സമയമായപ്പോൾ തന്നെ പരീക്ഷ കഴിഞ്ഞിട്ട് ഫാനും മിന്നൊക്കെ വന്നിട്ടുണ്ടായിനി. മോനും ചോറ് തിന്ന് പരീക്ഷയ്ക്ക് പോയിട്ടുണ്ട് കേട്ടോ. പപ്പടം പൊരിച്ചിട്ടുണ്ടായിന് ഇതിൻ്റെ ഇടയിൽ. പിന്നെ ഫൈസലാക്കൊക്കെ വന്നതിൻ്റെ ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്നാണ് ചോറുന്നലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ മുറ്റത്തേക്കൊന്ന് ഇറങ്ങിയതാണ്. ഏകദേശം പന്തലിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ താഴ്ത്താണ് കേട്ടോ പന്തലിട്ടിക്കണ മൊത്തത്തിൽ. അപ്പോൾ അതൊന്ന് ഇറങ്ങിപ്പോയി നോക്കിയതേനി. അപ്പോൾ ഇതാണ് കേട്ടോ കല്യാണ വീട്. അപ്പുറത്തുള്ളത് നമ്മളെ വീടും ആണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ വൈകുന്നേരം ആയപ്പം ഇങ്ങനെ ചായ കുടിക്കാനുള്ള പരിപാടി ഉണ്ട്. അപ്പോൾ ഇന്ന് ചായ ഉണ്ടാക്കാനൊന്നും നിന്നിട്ടില്ല. അപ്പോൾ എനിക്ക് ഈ നബാട്ടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കൊണ്ടുവച്ചിട്ട് അത് തിന്നാണ്. ഇവിടെ മിന്നൂനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ രണ്ടാളും വേഗം പൈസ കിട്ടിയാൽ ഇതാണ് കേട്ടോ കൊണ്ടുവച്ച് തിന്നൽ. അങ്ങനെ സിറ്റൗട്ടിൽ കുറച്ച് നേരമൊക്കെ ഞാൻ ഇരുന്നിട്ടുണ്ടേനി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു കുന്ന് എനിക്ക് ഡ്രസ്സ് മടക്കി വെക്കാണ്ടേനി കേട്ടോ. അതൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഒരുപാടുണ്ടേനി. അതൊക്കെ ഓരോ ആൾക്കാരുതാണ് കേട്ടോ അങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ അൽമാരിക്ക് ഓരോ സെക്ഷൻ ആക്കിങ്ങാണ്ട് എടുത്ത് വെക്കുകയാണ്. പിന്നെ അങ്ങനെ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ പിന്നെയും കാക്കാൻ്റെ വീട്ടിലേക്ക് പോയിങ്ങാണ്ട് മൈലാഞ്ചിടാൻ വേണ്ടി വന്നതാണ്. ഇനിയിപ്പോൾ പിറ്റേ ദിവസമൊക്കെ ആയപ്പോൾ അതിൽ നല്ല തിരക്കേക്കാരും. എനിക്കാണെങ്കിൽ സാധനം വാങ്ങാനൊക്കെ ഇനിയും പുറത്ത് പോവാണ്ട്. അപ്പോൾ സമയം കിട്ടില്ല എന്ന് വിചാരിച്ച് അതൊക്കെ ഇട്ട് വന്നതിൻ്റെ ശേഷം പിന്നെ രാത്രി ചോറുന്നാൻ നിന്നില്ല കേട്ടോ. അധികം ഇപ്പോൾ രാത്രി ചോറുന്നില്ല. അപ്പോൾ ഒരു സ്മൂത്തി ഉണ്ടാക്കിയാണ് കേട്ടോ. റോബസ്റ്റ് പായും ഓട്സും ഒക്കെ വെച്ചിട്ട് പാലൊക്കെ വെച്ചിട്ട് ഒരു സ്മൂത്തി ഉണ്ടാക്കി കുടിക്കുകയാണ്. ഞാനും ഇതാണ് കേട്ടോ ഇപ്പോൾ കുടിക്കുക രാത്രി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ മുറ്റത്തുനിന്ന് കാണുന്ന കാഴ്ച എന്നിട്ട് ഇത് നല്ല രസമാണ് ഇവിടെ നിന്ന് രാത്രി നോക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഏകദേശം വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത് വരെ എൻ്റെ വീഡിയോ കണ്ടവർക്കും ഇത്ര നേരം ഇരുന്നവർക്കും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും ഒരുപാട് സ്നേഹമുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഇനി അടുത്ത വീഡിയോ ഒക്കെ ഇനി കല്യാണ വിശേഷങ്ങളൊക്കെ ഇക്കാരം മൈലാഞ്ചി കല്യാണം, കല്യാണ തലേന്നും കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഇക്കാരട്ട് ഉണ്ടാവുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതിലേക്കും